ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ധ്യാനിക്കുക. വൈകരുത്, നിങ്ങൾ പിന്നീട് ഖേദിക്കാതിരിക്കാൻ. ബുദ്ധൻ. ശാന്തിയും സമാധാനവും കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പവഴികളിലൊന്നാണ് ധ്യാനം. അത് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ദിവസത്തിൽ കേവലം 10-15 മിനിറ്റ് ധ്യാനം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ. എന്തിനും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ധ്യാനം. പ്രായം, പശ്ചാത്തലം, വിശ്വാസങ്ങൾ എന്നിവയൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ശ്വാസോച്ഛ്വാസവും നിങ്ങളെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരും. നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ ഉയർന്നുവന്നാലും വിഷമിക്കേണ്ട, അവയെ നിർബന്ധിച്ച് പുറത്താക്കാൻ ശ്രമിക്കരുത്. ഈ നിമിഷത്തിലെ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധ്യാനം ഒരു മത്സരമല്ല. നിങ്ങൾ എത്രത്തോളം നന്നായി ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ അത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ധ്യാനം നിങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും നല്ലതാണ്. ഇത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ എത്ര കൂടുതൽ ധ്യാനിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം കൂടുതലായിരിക്കും. അതിനാൽ ഇന്ന് തന്നെ ധ്യാനം ആരംഭിക്കുക. നിങ്ങൾ ഖേദിക്കില്ല. നിങ്ങൾക്ക് മലയാളത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ പ്രചോദനാത്മക ഉദ്ധരണികൾ ഞാൻ നൽകാം. എല്ലാ വിജയങ്ങളും നേരുന്നു. ഒരുപക്ഷേ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലെ പച്ചപ്പുറ്റുന്ന കുന്നുകളുടെയും ഇരമ്പുന്ന നദികളുടെയും നാട്ടിൽ സമയം എന്ന ഒഴുകുന്ന നദിയുടെ കരയിൽ ലക്ഷ്മി എന്ന കർഷക സ്ത്രീയുടെ കഥ നമുക്ക് പറയാം. ലക്ഷ്മിയുടെ ജീവിതം നിത്യമായ ഒരു പായലായിരുന്നു. കരടിയും കൊയ്ത്തും കറവയും കഞ്ഞിക്കുടിയും ഉണ്ണാക്കുട്ടികളുടെ ഇടപെടലുകളും മുത്തശ്ശിയുടെ കഥകളും കൊണ്ട് നിറഞ്ഞ ഒരു പായൽ. പക്ഷേ അതിൽ എവിടെയോ ഒരു ഒഴിച്ചക്കൂട് ഉണ്ടായിരുന്നു. ഒരു ശൂന്യത, ഒരു അപൂർണ. ഓരോ രാത്രിയും തളർന്ന ശരീരവുമായി പായയിലേക്ക് വീണു കണ്ണടയ്ക്കുമ്പോൾ ലക്ഷ്മി വിചാരിച്ചിരുന്നു, നാളെ ഞാൻ ധ്യാനിക്കും. നാളെ എനിക്ക് എന്റെ മനസ്സിന് കുറച്ച് സമയം നൽകും. പക്ഷേ നാളെ വരുമായിരുന്നു. പഴയ പായൽ ചുമലിൽ ചുമയായി തന്നെ കിടന്നു. ലക്ഷ്മി തന്റെ സ്വപ്നങ്ങളെ മാറ്റിവെച്ചു, മനസ്സിന്റെയും ആത്മാവിന്റെയും ആവശ്യങ്ങളെ അവഗണിച്ചു. ഒരു ദിവസം വയലിൽ പണിയാരംഭിക്കുമ്പോൾ ലക്ഷ്മി ഒരു മുനി പോലെ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു വൃദ്ധനെ കണ്ടു. അദ്ദേഹം ചിരിച്ചു. ലക്ഷ്മി, നീ എന്തിനാണ് ജീവിതത്തെ ഒരു ഓട്ടപ്പാച്ചലാക്കിയത്? നിന്റെ തിരക്കേറിയ പായലിൽ നിനക്കായി ഒരു തുള്ളി സമയമില്ലേ? ലക്ഷ്മി അമ്പരന്നു. മുത്തച്ഛാ, എനിക്ക് പണിയുണ്ട്, കുടുംബമുണ്ട്. ധ്യാനത്തിനും ശാന്തിക്കുമുള്ള സമയമെങ്ങനെ കണ്ടെത്തും? മുനി ചിരിച്ചു. നീ ഓരോ മണിക്കൂറിൽ ഒരു തുള്ളി വെള്ളം ശേഖരിച്ചാൽ പുഴയാകില്ലേ? അതുപോലെ നിന്റെ തിരക്കേറിയ ജീവിതത്തിൽ ധ്യാനത്തിനായി ചെറിയ നിമിഷങ്ങൾ കണ്ടെത്തൂ. അത് നിന്റെ ആത്മാവിന്റെ പുഴയെ നിറയ്ക്കും. ലക്ഷ്മിക്ക് അർത്ഥം മനസ്സിലായി. അന്ന് രാത്രി ഉറങ്ങും മുമ്പ് അവൾ കണ്ണുകൾ അടച്ച് 5 നിമിഷം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിരവധി ചിന്തകൾ വന്നുപോയി. പക്ഷേ അവൾ അവയെ നിർബന്ധിച്ച് പുറത്താക്കിയില്ല. പതിയെ മനസ്സ് ശാന്തമായി. ശരീരം ഭാരം കുറഞ്ഞു. ലക്ഷ്മി ഒരു ദീർഘശ്വാസം എടുത്തു. നേരിയൊരു സമാധാനത്തിന്റെ രുചി നാവിൽ അനുഭവപ്പെട്ടു. 5 നിമിഷം മാത്രമേ എടുത്തുള്ളൂ, എങ്കിലും അത് ജീവിതകാലം മുഴുവൻ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച 5 നിമിഷങ്ങളായിരുന്നു അത്. അന്ന് രാത്രി ലക്ഷ്മിക്ക് വലിയൊരു സ്വപ്നം കണ്ടു. അവൾ ഒരു സുന്ദരമായ കായലിന്റെ തീരത്ത് നടക്കുകയായിരുന്നു. കായലിന്റെ ജലം വ്യക്തവും ശാന്തവുമായിരുന്നു. ലക്ഷ്മിയുടെ മനസ്സ് വളരെ ശാന്തവും സമാധാനപൂർണവുമായി. സ്വപ്നത്തിൽ ലക്ഷ്മി ഒരു വലിയ വാൾ തന്റെ കയ്യിൽ കണ്ടു. വാൾ വളരെ മൂർച്ചയുള്ളതും ശക്തവുമായിരുന്നു. ലക്ഷ്മിക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവൾക്ക് അത് എന്തോ പ്രത്യേകമായതിനായി ഉദ്ദേശിച്ചതാണെന്ന് അറിയാമായിരുന്നു. സ്വപ്നം അവസാനിക്കുമ്പോൾ ലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവൾക്ക് അറിയാമായിരുന്നു, അവളുടെ ജീവിതം എന്നേക്കുമായി മാറിയിരുന്നു. അടുത്ത ദിവസം ലക്ഷ്മി ധ്യാനത്തിനായി കൂടുതൽ സമയം കണ്ടെത്താൻ തുടങ്ങി. അവൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് അവൾക്ക് സമയം കണ്ടെത്തി. അവൾ ധ്യാനത്തിലൂടെ അവൾക്ക് കൂടുതൽ ശാന്തതയും സമാധാനവും കണ്ടെത്തി. അവൾ കൂടുതൽ ഉൽപാദനക്ഷമവും സൃഷ്ടിപരവുമായിരുന്നു. അവളുടെ ബന്ധങ്ങൾ മെച്ചപ്പെട്ടു. അവൾക്ക് ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ കഴിഞ്ഞു. ലക്ഷ്മിയുടെ കഥ നമുക്ക് എന്താണ് പഠിപ്പിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ധ്യാനം എങ്ങനെ സഹായിച്ചെന്ന് കാണിക്കുന്നു.
ധ്യാനം ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് എളുപ്പമല്ല, പക്ഷേ അത് വളരെ പ്രധാനമാണ്. ധ്യാനം ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനും സഹായിക്കും. ധ്യാനം ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ ചില ടിപ്പുകൾ ഉണ്ട്. ഒരു സുഖപ്രദമായ സ്ഥലം കണ്ടെത്തുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വന്നാൽ അവയെ നിർബന്ധിച്ച് പുറത്താക്കരുത്. അവയെ ശാന്തമായി ഒഴുകട്ടെ. ദിവസത്തിൽ കുറഞ്ഞത് 10 കുറയ്ക്കുക 15 മിനിറ്റ് ധ്യാനം ചെയ്യാൻ ശ്രമിക്കുക. ധ്യാനം ചെയ്യാൻ നിങ്ങൾ ആരംഭിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ കാണും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.